ആദ്യമായിട്ട് സംപൂജ്യരായ സദസ്യര്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്ക്, ബഹുമാനപ്പെട്ട അച്ഛൻ, സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു സാറ്, പിന്നെ ആദ്യമായിട്ട് വേൾഡ് മലയാളിയിലോട്ട് കാലുകുത്തിയ അനിൽകുമാർ ആറന്മുള, പിന്നീട് നമ്മുടെ തോമസ് ചെറിയര സാറ്, ഇവരെയൊക്കെ ഞാൻ ഇതിനു മുൻപൊന്നും വേൾഡ് മലയാളിയുടെ സംരംഭങ്ങളിലൊന്നും കണ്ടിട്ടില്ല. എല്ലാവരുടെയും ഒന്നും പേരെടുത്ത് പറയുന്നില്ല. എന്നാലും ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേൾഡ് മലയാളിയുടെ പേരിൽ സ്വാഗതം. അതുപോലൊക്കെ എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു. അവസാനം നന്ദി പറയാൻ ചുമതലപ്പെടുത്തി ആരും പറഞ്ഞുകൊള്ളും. എൻ്റെ കാര്യം പറഞ്ഞാൽ ആദ്യമേ ഞാൻ ആരാണെന്നൊന്ന് പറയണമല്ലോ. ഇപ്പം മിക്കവാറും പേർക്കും അറിയത്തില്ലായിരിക്കും, അറിയാം എല്ലാവർക്കും. എന്നാലും എല്ലാം ഓരോ നിയോഗങ്ങളാണ് ജീവിതത്തിൽ. ഞാനതിൽ വളരെയേറെ വിശ്വസിക്കുന്നുണ്ട്. ഈ സിറ്റിയിൽ 38 വർഷം ഒറ്റയ്ക്ക്, ഇവിടെ എനിക്ക് സഹോദരങ്ങൾ, ആങ്ങളമാരുപെങ്ങും അങ്ങനെയൊന്നുമില്ല, ഉള്ളവരൊക്കെ നിങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ദാമ്പത്യ ജീവിതം 19 വർഷം, 38 വർഷം ഈ സിറ്റിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഓടണമെന്നാണ് എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതിനെ ഞാൻ വേണ്ടവിധം ഉപയോഗിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ $8 കൊണ്ട് 52 വർഷം മുൻപ് വന്നതാണ്. ന്യൂയോർക്കിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഞാനും അവിടെ നിന്നാണ് ജീവിതം തുടങ്ങിയത്. അവിടുത്തെ തണുപ്പ് നിമിത്തമാണ് 79 ഇങ്ങോട്ട് പോരുന്നത്. 79 ഏപ്രിലാണ് ഇവിടെ വരുന്നത്. ബെൻഡാവെന്ന് പറയുന്ന സിറ്റി ഹോസ്പിറ്റലിൽ ഇൻ്റർമീഡിയറ്റ് യൂണിറ്റിൽ അസിസ്റ്റൻറ്റ് നേഴ്സ് മാനേജറായിട്ട് ഏകദേശം 28-30 വർഷത്തോളം ജോലി ചെയ്തു. നമ്മൾ എവിടെ പ്രവർത്തിച്ചാലും നമ്മൾ ആരാണെന്ന് നമുക്കൊരു വിശ്വാസം വേണം, സെൽഫ് കോൺഫിഡൻസ് അതായിരിക്കണം. പിന്നെ നമുക്കൊരു ഡിറ്റർമിനേഷൻ വേണം. പിന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം. എവിടെ പ്രവർത്തിച്ചാലും സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം, ഈ 5 കാര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഫെയിലിയർ അല്ല. 38 വർഷം ഞാൻ 11 PM to 7 AM ജോലി ചെയ്തു. ഒരൊറ്റ ദിവസം പോലും ഞാൻ ലേറ്റ് ആയിട്ടില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അതാണ് എൻ്റെ ഫിലോസഫി. ഏതായാലും ജോലിക്ക് പോകണം. എന്തുകൊണ്ട് 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കൂടാ? എൻ്റെ മക്കളെയും ഞാൻ അതാണ് പഠിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭനായ പാസ്റ്റർ മാത്തുള്ളയോട് ഞാൻ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഏകദേശം എല്ലാമൊക്കെ ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പം നമ്മളുടെ ജീവിതം, ദൈവത്തെ പഴി പറയരുത്. നമ്മൾ ആരും അദ്ദേഹത്തെ കണ്ടില്ല, പക്ഷെ വിളിച്ചാൽ വരുമെന്നുള്ള വിശ്വാസമുണ്ട്. മനസ്സിലായില്ല? അതെ, ഞാൻ ഒരു 40 വർഷം മുൻപ് നേഴ്സിംഗ് പഠിക്കുമ്പോൾ ബീഹാർ പാറ്റ്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അന്ന് പാറ്റ്ന എന്നാണെന്ന് അറിയത്തില്ല, ബീഹാർ എന്നാണെന്ന് അറിയത്തില്ല, ഒന്നുമില്ല. ഞാൻ ആറന്മുള ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. പള്ളിക്കൂടത്തിലൊന്നും അന്നൊന്നും ആരും പെണ്ണുങ്ങളെ ഒന്നും വിടത്തൊന്നുമില്ല. ഇവൻ SBGB ഇംഗ്ലീഷ് ഹൈസ്കൂൾ കിടങ്ങന്നൂർ എന്ന് പറയും. ഇന്നതൊരു വലിയ പ്രസ്ഥാനമാണ്. അവിടെയാണ് പഠിച്ചത്. ഫസ്റ്റ് ബെല്ല് അടിക്കുമ്പോഴും ഞാൻ പുരയിടത്തിൽ കൃഷിക്കാരുടെ കൂടെ എന്തൊക്കെയും ജോലി ചെയ്യുക. കാര്യം പള്ളിക്കൂടത്തിൽ വിടത്തില്ല. പിന്നെ ചിലപ്പോൾ കുളിച്ചിട്ട് ഒറ്റ ഒരു ഓട്ടമാണ്. നേഴ്സിംഗ് എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല, നേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ഹൈസ്കൂൾ പാസ്സായതിൻ്റെ എക്സാം കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ആരോ വന്ന് ഒരു കുട്ടി അതുവഴി പാല് കഴിഞ്ഞിന് വാങ്ങിക്കാൻ പോകുന്നവർ ചോദിച്ചു, ഇനി എന്തോ ചെയ്യുന്നു, നേഴ്സിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു എന്നാൽ ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരിക, ഒരു അഡ്രസ്സ് തരാം. അങ്ങനെ കോഴിത്തോടെന്ന് പറയുന്ന തോട് ഞങ്ങളുടെ വീടിൻ്റെ താഴെക്കൂടെ ഒഴുകുന്ന പമ്പയുടെ ഒരു ശാഖയാണ്. ഇടയാറുമ്പോഴേ തിരിച്ചിട്ട് കോഴിത്തോട്. ഞാൻ ഉച്ചയ്ക്ക് അവിടെ ചെന്നു അഡ്രസ്സ് മേടിച്ചു. എനിക്ക് 17 ഇയർ ആയിട്ടില്ല. നവംബറിലെ 17 ആകും. ഇത് ഏപ്രിൽ 17 ഇയർ ഓൾഡ്, പാസ്ഡ് ഹൈസ്കൂൾ എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എഴുതി അയച്ചു. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അക്കാലത്ത് ഞാൻ പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. വലിയ പരിഷ്കൃത ദേശമൊന്നും അല്ലല്ലോ ആറന്മുള. എൻ്റെ ജീവിതഗതി എന്താകുമായിരുന്നു? അതുകൊണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ ഏറെക്കുറെ തിരഞ്ഞെടുക്കണം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ 3 കൊച്ചാമ്പിള്ളേർ. ഞാൻ പെനിലെസ്സായിരുന്നു. പെനിലെസ് ആയതല്ല, ആക്കിയതാണ്. മനസ്സിലായില്ല? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പേരൊന്നും ആരുടെയും ഒരുത്തരുടെയും പേര് ഞാൻ പറയത്തില്ല.
എൻ്റെ ഹസ്ബൻഡിന് ജോലിയൊന്നും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, വലിയ ജോലിയൊന്നുമില്ല. അനിൽകുമാർ ഞങ്ങളൊരു കുടുംബത്തുള്ളവരാണ്. താങ്ക് യു അനിൽ, ആദ്യമായിട്ട് WMCയിലോട്ടൊരു പ്രോഗ്രാമിന് വന്നതിന് വെൽക്കം. അങ്ങനെ ഒരു ബിസിനസ്സിൽ അദ്ദേഹം ചേർന്നു. പിന്നെ അദ്ദേഹത്തിന് 47-ാമത്തെ വയസ്സൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, നാട്ടിൽ വെച്ച് മരിച്ചു. പിന്നെ ആ പൈസയൊന്നും കിട്ടിയില്ല. അവിടുന്നാണ് ജീവിതം തുടങ്ങുന്നത്. എൻ്റെ അമ്മ ഒരിക്കൽ വന്നപ്പോൾ പറഞ്ഞു, നിൻ്റെ ഇത്രയും പൈസയല്ലേ പോയുള്ളൂ, നിൻ്റെ കയ്യും നിൻ്റെ കഴിവും വേറെ ആരും എടുത്തില്ലല്ലോ, നിൻ്റെ പിള്ളേരെ ഓർത്ത് നീ ജോലി ചെയ്യുക. രാവും പകലും കരയുമായിരുന്നു. എൻ്റെ പിള്ളേരെല്ലാം ഇന്ന് എഡ്യൂക്കേറ്റഡാണ്. എമങ്ങും 3 പേര്, എമങ് ദംസെൽഫ്. എനിക്ക് അഭിമാനത്തോടു കൂടി ഇന്ന് പറയാൻ സാധിക്കും, 11 ഡിഗ്രി അവർക്കുണ്ട്. MBA ഉണ്ട്, CPA ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, ആരെയും പഠിക്കരുത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഡോക്ടർ എന്നൊരു, ഞാൻ അതിനൊന്നിനും പോയത് ഓടിയതൊന്നുമല്ല. WMC ആണ് എനിക്ക് ഏറ്റവും വർക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ള സ്ഥലം. കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയൊരു അസോസിയേഷനാണ്. അവിടെ എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്. അതിലോട്ട് വരാൻ എനിക്ക് WMCയെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. NSS എൻ്റെ ഞാൻ ഇന്നലെ പേപ്പർ ഞാനൊരു 30 കാര്യങ്ങൾ ചെയ്തത് എൻ്റെ കൈ കൊണ്ട് എഴുതി, സിമ്പിൾ ഇംഗ്ലീഷ് എനിക്കറിയാവുന്നത് എഴുതി, ടൈപ്പ് ഒന്നും ചെയ്തില്ല. അങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോളേജിൽ കൊടുത്തത്. അത് ഞാൻ കൊടുക്കാനൊന്നും ഇരുന്നതല്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഒരാൾ ഒരു ദിവസം വീടിൻ്റെ മുൻപിൽ കൂടെ പോയി. അന്നേരം തുളസി കണ്ടു. അന്നേരം വന്ന് ബെല്ലടിച്ചു, എനിക്കൊരു തുളസി തൈ തരാമോ? ഞാൻ പറഞ്ഞു കയറി തരാം. ഹിന്ദിയിലാണ് പറഞ്ഞു, മലയാളിയല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒരുപാട് അവാർഡ് ഫോട്ടോ ഒക്കെ ഉണ്ട്, ഇതൊക്കെ എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. ആ കുട്ടി ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. പിന്നെ കമ്മ്യൂണിറ്റി കോളേജ് എന്നെ അപ്രോച്ച് ചെയ്തു, എന്തൊക്കെ ചെയ്തു. അതെൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ എഴുതി ആ സിമ്പിൾ ഇംഗ്ലീഷിൽ ഒരു കവറിലിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അവിടെ പാനൽ ഓഫ് ജഡ്ജസ്. അങ്ങനെ 2016 മെയ് 14 എനിക്കത് NRG സ്റ്റേഡിയത്തിൻ്റെ പോഡിയത്തിൽ വൈസ് ചാൻസലറുടെ സർട്ടിഫിക്കറ്റ് തരുന്നത്. ആ ബാഡ് പിന്നെ പിള്ളേന്ന് എഴുതി അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണ്? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ ആരെയും പഠിക്കരുത്. നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ ജീവിതം. ചെറിയാച്ചനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ആദ്യകാലത്ത് എനിക്ക് ചെറിയാച്ചനെ വലിയ പേടിയായിരുന്നു. രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒക്കെ ഞാൻ വളരെ ദൂരെയായിരുന്നു നിന്നിരുന്നത്. പിന്നീട് മനസ്സിലായി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളുടെയും രൂപത്തിലെയും ഭാവത്തിലും ഒന്നും നമ്മൾ ആരെയും ഡീൽ ചെയ്യരുത്. നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് പല ഗുണങ്ങളും വേണം. അതായത് സെൽഫ് കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ. പിന്നെ ആരെയും നമ്മൾ തള്ളരുത്. എല്ലാവരിലും ഓരോരോ ഗുണങ്ങളുണ്ട്. അതെ, കാണുന്ന ഉടനെ ഇവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്. നോ, അത് ശരിയല്ല. മനസ്സിലായില്ല? കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ പാഠശാലയിലെ കുട്ടികൾക്ക് ഒരു ജഡ്ജായിരുന്നു ക്ലാസ്സിന്. അപ്പോൾ 100 കുട്ടികളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, കുട്ടികളെ ദൈവം എവിടെയായിരിക്കുന്നത്? മിക്കവാറും കുട്ടികളൊന്നും പറഞ്ഞില്ല. ഞാൻ കുട്ടികളോട് ചോദിച്ചു, ദൈവം അമ്പലത്തിലിരിപ്പുണ്ടോ? കുട്ടികളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ദൈവം അമ്പലത്തിലൊന്നും ഇരിപ്പില്ല, നിങ്ങളിൽ ഓരോരുത്തരിലുമാണ്. അമ്പലത്തിൽ ദൈവം ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. വൈകിട്ട് പൂജാരി കഥ അടച്ചിട്ട് പോയാൽ പിന്നെ ദൈവം എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അന്യോന്യം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, സ്നേഹിക്കണം. ആരെ എവിടെ ഒരു വഴി വെച്ച് കണ്ടാലോ ഹായ് അല്ലെങ്കിൽ ഒരു ചിരി കൊണ്ട് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ഞാൻ ആരോട് ഉപദേശിക്കുകയൊന്നുമല്ല. എൻ്റെ ചെറിയ സിമ്പിൾ ജീവിതം. എനിക്ക് എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിനോ ഒരു അസോസിയേഷനോ ഒരു ഇതിനും താമസിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അന്തരാത്മാവ് സമ്മതിക്കത്തില്ല. സമയത്തിന് ഞാൻ പോയിരിക്കും. അതുപോലെ അനേക സ്ഥലങ്ങളിൽ ഞാൻ പ്രസിഡൻ്റായി, പിന്നെ സെക്രട്ടറി ആയി ഒക്കെ. ഇതൊന്നും ഞാനല്ല, എൻ്റെ ദൈവം തന്ന കഴിവുകളാണ്. അത് ഒരു പെനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്യൂസ് ചെയ്തിട്ടില്ല. ഞാനുണ്ടാകുന്നതിലെ ഒരു പങ്ക് അഗതികൾക്ക് കൊടുത്തു. 3-4 പെൺകുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ ഒരുപാട് 30ഓളം കാര്യങ്ങൾ അന്ന് ചെയ്തു. അത് പിന്നീട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും അനിലാണ് അതിന് കാരണക്കാരൻ. ട്രിവാൻഡ്രത്ത് ആശാ വർക്കേഴ്സിന് അനിൽകുമാർ നിമിത്തം 1,00,000 രൂപ എത്തിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു, പബ്ലിസിറ്റി ഒന്നും വേണ്ട, കഷ്ടപ്പെടുന്നവർക്കും അഗതികൾക്കും നമ്മളൊരു കൈ നീട്ടി കൊടുക്കുക. നമ്മുടെ കുറേയൊക്കെ എനിക്ക് ഒരു ഹാംബർഗർ ഓർഡർ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അതിനകത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഞാൻ തന്നെ ഒരു കടയിൽ പോയിട്ടില്ല. എനിക്കൊരു പിസ്സ ഓർഡർ ചെയ്യാൻ അറിയത്തില്ല. അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. പിള്ളേർ വല്ലതും തന്നാൽ ഞാൻ കഴിക്കുന്നതല്ല. ഞാൻ തന്നെ ഒരു കടയിൽ പോയിട്ടില്ല, ഒരു സിനിമ കണ്ടിട്ടില്ല.
ഞാൻ അന്നേരം വിചാരിക്കുന്നത്, അനിലിനറിയാം ഞങ്ങളുടെ നാട്ടിൽ ഒരു മലയുടെ കുന്നുണ്ട്, അവിടെ കുറേ പേര് ജോലിക്കാർ പുലയ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് വല്ല പുസ്തകമോ ബുക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർ പഠിക്കും, പള്ളിക്കൂടത്തിൽ പോകും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ കഴിയുന്നത് ചെയ്യണം, സാഹോദര്യത്തോടു കൂടി നമ്മൾ വർത്തിക്കണം. ഈ വേഡ് മലയാളി നല്ലൊരു അസോസിയേഷനാണ്. ചെറിയാച്ചൻ പറഞ്ഞ പോലെ അങ്ങ് വേഡ് തലത്തിൽ ഞാനൊന്നും വലിയ ചെയ്തില്ലെങ്കിലും ഞാൻ 2003 തൊട്ട് 7 വരെ പ്രസിഡൻ്റ് ആയിരുന്നു. ഫാൻസിമോൾ പള്ളാത്തുണ്ടം സെക്രട്ടറി ആയിരുന്നു. അന്ന് ഞങ്ങളൊരു ഷോ നടത്തി $23,000 സമാഹരിച്ചു. അത് പലർക്കും പത്തനംതിട്ട, കോഴഞ്ചേരി, ഇവിടുത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ലേബർ റൂമൊക്കെ പെയിൻറ്റ് ചെയ്യിപ്പിക്കുക, പുതിയ ക്രിബ് ഇതൊക്കെ മേടിച്ചു കൊടുക്കുക. അതുപോലെ അടുത്ത വർഷം ഞങ്ങളൊരു ഫണ്ട് റേസിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് 20 ബലൂൺ ടിക്കറ്റൊക്കെ ആയിരിക്കും. എല്ലാവരും അതിൽ പങ്കുചേർന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചെറിയാച്ചൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ഡ്രീം ആയിരിക്കുന്നു കോട്ടയത്ത് 1-2 വീട് അഗതികൾക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അധികം ഒന്നും പറയാൻ ഒരുപാടും പറയാനുണ്ട്, പക്ഷെ സമയം അത് എടുക്കുന്നില്ല. ഈ സമയം തന്നതിന് എന്നെ ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനി എന്തെങ്കിലും പറയാനുണ്ടെന്നൊരു പിന്നെ പറയാം.